പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് റഫാൽ രേഖകൾ മോഷ്ടിച്ചതായി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. മോഷ്ടിച്ച രേഖകൾ ആസ്പദമാക്കിയാണ് ഹിന്ദു ദിനപത്രത്തിന്റെയും ഹർജിക്കാരുടെയും വാദങ്ങളെന്നും റഫാൽ പുനഃപരിശോധനാ ഹർജിയുടെ വാദത്തിനിടെ കേന്ദ്ര സർക്കാർ 2 ദിനപത്രങ്ങൾക്കെതിരെയും ഒരു മുതിർന്ന അഭിഭാഷകനെതിരെയും ക്രിമിനൽ നടപടിയെടുക്കുമെന്നും അറ്റോർണി ജനറൽ അറിയിച്ചു. മോഷ്ടിച്ച രേഖകൾ ആസ്പദമാക്കിയുള്ള റിപ്പോർട്ടുകൾ 1 മാസമായി വരുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് സുപ്രീംകോടതി ചോദിച്ചു. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്തൊക്കെയാണ് AG ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയത്? ഉണ്ണി, കേൾക്കാമോ? ഉണ്ണിയിലേക്ക് വരാം. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് റഫാൽ രേഖകൾ മോഷ്ടിച്ചതായി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. മോഷ്ടിച്ച രേഖകൾ ആസ്പദമാക്കിയാണ് ഹിന്ദു ദിനപത്രത്തിന്റെയും ഹർജിക്കാരുടെയും വാദങ്ങളെന്നും റഫാൽ പുനഃപരിശോധനാ ഹർജിയുടെ വാദത്തിനിടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്തൊക്കെയാണ് AG ഇന്ന് കോടതിയിൽ പറഞ്ഞത്? രേണുക, റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വളരെ സുപ്രധാനമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ റഫാൽ പുനഃപരിശോധനാ ഹർജികൾ വാദത്തിനായി സുപ്രീംകോടതി എടുത്തപ്പോഴാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതിരോധ മന്ത്രാലയ രേഖകൾ മോഷ്ടിച്ചിരിക്കുന്നുവെന്നാണ് അറ്റോർണി ജനറൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യം. ആ മോഷ്ടിച്ചിരിക്കുന്ന രേഖകളെ ആസ്പദമാക്കിയാണ് ഹിന്ദു ദിനപത്രത്തിന് വേണ്ടി എൻറാമും ഒപ്പം എൻറാം എഴുതിയ വാർത്തകളും ഈ അഭിഭാഷകർ കോടതിയിൽ നടത്തിയിരിക്കുന്ന വാദങ്ങളും. അതുകൊണ്ട് അത്തരം വാദങ്ങളിലേക്കൊന്നും കടക്കരുത്. കാരണം ഇത് മോഷ്ടിച്ച രേഖകളാണ്. രേഖകൾ മോഷ്ടിച്ചത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ വിഷയമാണ്. പ്രതിരോധ ഇടപാടുകളുടെ അടക്കം വിവരങ്ങൾ ഈ രേഖയിലുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം നടക്കുകയാണ്. 2 ദിനപത്രങ്ങൾക്കും ഒരു മുതിർന്ന അഭിഭാഷകനുമെതിരെ ക്രിമിനൽ നടപടിയെടുക്കുമെന്നും അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. ഈ പുതിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ വിധി പുനഃപരിശോധിക്കണമെന്ന് അഭിഭാഷകരും ഹർജിക്കാരും ഒക്കെ ആവശ്യപ്പെടുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി തന്നെ കേന്ദ്രത്തോട് ഈ രേഖകൾ മോഷണം പോയതിൽ എന്ത് തുടർ നടപടിയെടുത്തു എന്ന് വിശദീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹർജി അല്പസമയത്തിനകം വീണ്ടും പരിഗണിക്കും. അപ്പോഴാണ് കേന്ദ്രം ഈ വിശദീകരണം നൽകേണ്ടത്. ഒപ്പം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പുതിയ രേഖകളൊന്നും കോടതി പരിശോധിക്കില്ല. മറിച്ച് നേരത്തെ റഫാൽ ഹർജികൾ പരിഗണിച്ച വേളയിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന രേഖകൾ മാത്രം പരിശോധിച്ചുകൊണ്ടായിരിക്കും പുനഃപരിശോധനാ ഹർജിയിൽ തീരുമാനമെന്നാണ്. രേണുക, എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. ഇടവേള.